അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എഡിൻബ്ര സിറ്റി ടൂർ നടത്തിയ കാഴ്ചകളുമായിട്ടാണ്. നമ്മൾ ആദ്യം പോയത് സ്കോട്ടിഷ് മോണ്യുമെൻറ്റ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അതൊരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് സ്കോട്ടിഷ് മോണ്യുമെൻറ്റ്. അത് കണ്ടിട്ട് അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. സ്നാക്സ് കഫേ എന്ന് പറയുന്നൊരു കഫേയിലാണ് പോയത്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കഫേയാണ്. ഇവിടെ സ്കോട്ടിഷ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. നമ്മളപ്പോൾ വെജിറ്റേറിയൻ സ്കോട്ടിഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓപ്ഷനാണ് എടുത്തത്. അതിൽ വെജ് സോസേജ്, ഒരു ബണ്ണ്, ഫ്രൈഡ് എഗ്ഗ്, പിന്നെ ബീൻസ്, ഫ്രൈഡ് വെജിറ്റബിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിലുള്ളത്. കേവലം 6-7 പൗണ്ടേ അതിനുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് ചൂസ് ചെയ്തത്. നമ്മളപ്പോൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ നമ്മുടെ അടുത്ത ഇടത്തേക്ക് പോയി. ഇത് മെയിനായിട്ട് മിൽക്ക് മാൻ എന്നൊക്കെ പറയുന്ന ആ കോഫി ഷോപ്പിൻ്റെ അടുത്ത് തന്നെയായിരുന്നു സ്നാക്സ് കഫേ. അതിനുശേഷം നമ്മൾ നേരെ അവിടുത്തെ ആർട്ട് ഗാലറിയുടെ അടുത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ തന്നെ നമുക്ക് എഡിൻബ്ര കാസിൽ കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടിൽ. ഇത് പല ലൊക്കേഷനിൽ പോകുമ്പോൾ എഡിൻബ്ര കാസിലിൻ്റെ പല വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പല ആംഗിളിൽ പോയി അതെടുക്കുകയും അത് കാണുകയും ഒക്കെ ചെയ്തു. ഇത് പാർലമെൻറ്റ് പോലുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടന്നൊരു സംഭവം, ഇവിടെ ഒരു ബോളിവുഡ് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമായിരുന്നു. വരുൺ ധവാനും മൃണാൽ ഠാക്കൂറും പൂജ ഹെഗ്ഡെയൊക്കെ അഭിനയിക്കുന്ന ഒരു ഹിന്ദി സിനിമയുടെ ഷൂട്ടിംഗ്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഈ പൈപ്പേഴ്സ് എന്ന് പറഞ്ഞ് സ്കോട്ടിഷ് പാരമ്പര്യമായി ഊതുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. അത് വെച്ചിട്ട് അവരുടെ സ്കോട്ട്ലൻഡ് വേഷമണിഞ്ഞ ആൾക്കാർ ഡാൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. പാട്ട് സീനാണെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മൾ കണ്ട മറ്റൊരു കാഴ്ച കത്തീഡ്രലാണ്. എഡിൻബ്രയിൽ കത്തീഡ്രൽ നല്ല ഫേമസ് ആണ്. ഒരുപാട് പഴക്കമുള്ള കത്തീഡ്രലാണ്. അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. കത്തീഡ്രലിലൊന്നും നമ്മൾ അധികം സമയം സ്പെൻഡ് ചെയ്തില്ല. ഇതെല്ലാം എഡിൻബ്ര കാസിലിലേക്ക് നടന്നു പോകുന്ന വഴി ഉള്ള കാഴ്ചകളാണ്. വീണ്ടും നമ്മൾ കാസിലിലേക്ക് പോകുമ്പോൾ അവിടെ വീണ്ടും ഈ പറയുന്ന പോലെ നമ്മൾ ബാക്ക് പൈപ്പേഴ്സ് എന്നൊക്കെ പറയുന്ന സോഡയുടെയും ഇതിലൊക്കെ കാണുന്ന പോലെ സ്കോട്ട്ലൻഡ് പൈപ്പർ, ഇത് ഈ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയും. അവർ അവിടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നതാണ്. ആൾക്കാർ ഇതൊക്കെ കേൾക്കുകയും അവർക്ക് പൈസ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റൊരിടത്തേക്ക് പോയി. അത് ഗ്രാസ് മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ സൈഡിലൂടെയുള്ള വഴിയായിരുന്നു. അപ്പോൾ ആ വഴി പോകുമ്പോഴും എഡിൻബ്ര കാസിലിൻ്റെ മറ്റൊരു ആംഗിളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും ഓരോ ലുക്കാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്നിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഗ്രാസ് മാർക്കറ്റിലേക്ക് പോയി. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല കളറിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ബിൽഡിങ്സ് ആണ് അവിടുത്തെ പ്രത്യേകത. നിങ്ങൾ വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും ഈ സ്ഥലം. ഇതാണ് ഗ്രാസ് മാർക്കറ്റ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരുപാട് കടകളുണ്ട്, ഭക്ഷണം കഴിക്കാനും മറ്റുമായിട്ടുള്ള കട. അങ്ങനെ ഒരു ഫുൾ ഡേ എഡിൻബ്രയിൽ സ്പെൻഡ് ചെയ്യാൻ മാത്രമുണ്ട്. അവിടുത്തെ ആർക്കിടെക്ചറൽ ഭംഗിയാണ് നമ്മളെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നത്. പിന്നെ അവിടെ വളരെ പ്രശസ്തമായ കാലങ്ങളായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഫുൾ ഡേ നമ്മൾ